ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വെള്ളരിക്ക കൊണ്ടൊരു ചാറുകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ വെള്ളരിക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കാം. വെള്ളരിക്ക അരിഞ്ഞതൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിലടിച്ചാൽ മതി, അപ്പോഴേക്കും വെള്ളരിക്കയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. വെള്ളരിക്ക അവിടെ ഇരുന്ന് വേകുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നേരം കൊണ്ട് നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങളും വെന്ത് കിട്ടി. ഇനി കറിയിലേക്ക് ചേർക്കാനായിട്ട് 1 കപ്പ് മോരും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടാകുമ്പം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ചേർക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച് വെള്ളരിക്ക കഷ്ണങ്ങളും കൂടെ ചേർക്കുക. വേവാൻ ഉപയോഗിച്ച വെള്ളം ഉൾപ്പെടെ കറിയിലേക്ക് ചേർത്തിളക്കുക. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോര് അതിലേക്ക് ചേർക്കുക. ഈ സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. കറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോഴേക്കും തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ കറി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ചാറുകറി റെഡിയായി. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.